നമസ്കാരം. പ്രധാന വാർത്തകൾ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിക്കെതിരായ ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. നിർമ്മാണ കമ്പനിയായ കോസ്മോസ് എന്റർടൈൻമെന്റ്സ് നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. ജാനകി എന്ന പേര് മാറ്റണമെന്നാണ് റിവൈസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശമെന്ന് കോടതി അറിയിച്ച സെൻസർ ബോർഡിന് അതിരൂക്ഷ വിമർശനമാണ് കഴിഞ്ഞ തവണ കോടതിയിൽ നിന്നുണ്ടായത്. എന്തുകൊണ്ട് ജാനകി എന്ന പേര് ഉപയോഗിച്ചുകൂടാ എന്നതിൽ വ്യക്തമായ കാരണസഹിതം ഇന്ന് നിലപാട് അറിയിക്കാനാണ് ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാൻ ചികിത്സ തുടരുകയാണ്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നിർദ്ദേശിച്ചതനുസരിച്ച് ഡയാലിസിസ് നൽകുന്നുണ്ട്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. 11 മണിയോടെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ആരോഗ്യസ്ഥിതി വിലയിരുത്തും. വെട്ടുകത്തിയുമായി രാത്രി യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയ പ്രതിയെ പോലീസ് പിടികൂടി. കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലെ റൌഡി പെരിഞ്ഞനം സ്വദേശി കിഴക്കേ വളപ്പിൽ വീട്ടിൽ മനോജിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരിഞ്ഞനം സമിതി സ്വദേശിയായ യുവതിയുടെ വീട്ടിലാണ് രാത്രി 10:30 വെട്ടുകത്തിയുമായി അതിക്രമിച്ച് കയറി ഭീഷണിപ്പെടുത്തുകയും വെട്ടുകത്തി വീശി ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തത്. മനോജിന്റെ പേരിൽ 23 ക്രിമിനൽ കേസുകളുണ്ട്. ഹേമചന്ദ്രന്റേത് കൊലപാതകമല്ല, ആത്മഹത്യയെന്ന മുഖ്യപ്രതി. വിദേശത്ത് നിന്ന് ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് മുഖ്യപ്രതി നൌഷാദിന്റെ പ്രതികരണം. താനെങ്ങും ഒളിച്ചോടിയതല്ലെന്നും 2 മാസത്തെ വിസിറ്റിംഗ് വിസയ്ക്ക് ഗൾഫിലെത്തിയതാണെന്നും നൌഷാദ് പറയുന്നു. തിരിച്ചു വന്നാൽ ഉടൻ പോലീസിന് മുന്നിൽ ഹാജരാകും. നിരവധി പേർക്ക് ഹേമചന്ദ്രൻ പണം നൽകാനുണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്തതിനാൽ മൃതദേഹം കുഴിച്ചുമൂടുകയായിരുന്നുവെന്നും മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും പ്രതി ആവശ്യപ്പെട്ടു. ആശുപത്രികളിലേക്ക് നടക്കുന്ന പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായി ഡോക്ടർ ഹാരിസ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് താൻ നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ ആശുപത്രികളിലേക്ക് നടക്കുന്ന പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായി ഡോക്ടർ ഹാരിസ് ഹസൻ. താൻ ചൂണ്ടിക്കാട്ടിയ വിഷയം പരിഹരിക്കണമെന്ന് മാത്രമാണ് താൻ ആഗ്രഹിച്ചതെന്നും ആശുപത്രികളിലേക്ക് പ്രതിഷേധം നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. താൻ ആരോഗ്യവകുപ്പിനെയോ സർക്കാരിനെയോ ആരോഗ്യവകുപ്പ് മന്ത്രിയോ അല്ല കുറ്റപ്പെടുത്തിയത്, ബ്യൂറോക്രസിയെക്കുറിച്ച് മാത്രമാണ് ചൂണ്ടിക്കാട്ടിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.